ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ PSC നടത്തിയ LP ടീച്ചർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ ചോദ്യം, 1.44ൻ്റെ വർഗ്ഗമൂലം ഏതാണ്? 1.44ൻ്റെ വർഗ്ഗമൂലം ഏതാണ്? ഉത്തരം 1.2. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഉത്തരം 16 സെക്കൻഡ്. സമയം 8.15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര? സമയം 8.15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? 153.5 ഡിഗ്രി. ABC ഇവർ ഒരുമിച്ച് ഒരു ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. 20 മണിക്കൂർ എടുത്താൽ Aയ്ക്കു മാത്രമായി ജോലി തീർക്കാം. 24 മണിക്കൂർ എടുത്താൽ Bയ്ക്ക് മാത്രമായി ജോലി തീർക്കാം. എങ്കിൽ Cയ്ക്കു മാത്രമായി ഈ ജോലി എത്ര മണിക്കൂർ കൊണ്ട് തീർക്കാം? ഉത്തരം 30 മണിക്കൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത്? ഉത്തരം 16 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യവില എത്രയാണ്? അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യവില എത്രയാണ്? 12,000 രൂപ. A ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. B ഡിവിഷനിലുള്ള 45 പേരുടെ ശരാശരി മാർക്ക് 90 ആണ്. 2 ക്ലാസ്സും കൂടി ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി എത്ര? ഉത്തരം 78. 1 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? 1 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? 0.621. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും? ഉത്തരം 8.36 മണിക്ക്. 0.2 ക്യൂബ് മൈനസ് 0.1 ക്യൂബ് ഹരിക്കണം 0.2 സ്ക്വയർ പ്ലസ് 0.2 ഇൻറ്റു 0.1 പ്ലസ് 0.1 സ്ക്വയർ. ഉത്തരം 0.1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോൾ അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോൾ അല്ലാത്തത് ഏത്? അറിവിൻ്റെ ദാതാവ്.
പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? കേസ് സ്റ്റഡി. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? കൊത്താങ്ങു നൽകൽ. പ്രതിക്രിയാധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? പ്രതിക്രിയാധ്യാപനം ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? വൈഗോട്സ്കി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഉത്തരം സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ബിംബന ഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠപദ്ധതി സമീപനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? പ്രക്രിയാധിഷ്ഠിതം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 9.8. സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? പൊതുവിദ്യാലയങ്ങൾ. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സമ്മാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബാഹ്യ അഭിപ്രേരണ. കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. ഉത്തരം വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. ഉത്തരം ഇവയെല്ലാം. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രജ്ഞൻ്റെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്? സ്കീമ. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണ്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏത്? NCFTE 2009. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി. ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാക്രിക രീതി. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയം.
പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യ പദ്ധതികളുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠപദ്ധതികൾ ഉണ്ടാകാം. ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. വളരെ സമ്പുഷ്ടവുമായതും അയവുള്ളതും ആയിരിക്കും. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഉത്തരം വളരെ സമ്പുഷ്ടവുമായതും അയവുള്ളതും ആയിരിക്കും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? ബാല. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പാസേജ് വായിച്ചു നോക്കുക. ചോദ്യം, what was the price that Shushila had to pay for having the old lady at home? ഉത്തരം, she lost her control over the kitchen budget. Which of the following alternatives means benign? Gentle. What made the narrator and his wife wonder? The old lady's energy to do work. The following sentence has 3 underlined parts labeled A, B and C. Find out whether there is an error in any underlined part and indicate your answer in the answer sheet against the corresponding letter. He replied, his father has lived in Mumbai since 10 years. ഈ ചോദ്യത്തിൽ തെറ്റായിട്ടുള്ള ഭാഗം ഏതാണ്? ഉത്തരം, since 10 years. The sentence given below has an underlined part. Choose the word nearest in meaning to the underlined part from the list of words given. The conflict between the factory owner and workers was resolved by a mutual agreement. Answer, reciprocal. Which of the following alternatives brings out the meaning of the phrasal verb spark off clearly? ഉത്തരം, suddenly happen. Fill in the blanks with a suitable article if required. Choose from the alternatives given. I hope to reach home in dash hour. Appropriate article use ചെയ്യണം. ഉത്തരം, an. Which of the following statements is correct about language teaching or learning? Young language learners should perform tasks involving language. Young language learners should be encouraged to communicate. Young language learners should be exposed to a lot of language. Young language learners should develop fluency before they develop accuracy. Answer, all of the above. Language acquisition follows a natural path. Choose from the alternatives given below. Answer, listening, speaking, reading, writing. Language is structured at different levels. Choose the deepest and the most superficial of the levels. ഉത്തരം, semantic and phonological. താഴെ തന്നിരിക്കുന്നവയിൽ തദ്വിധത്തിന് ഉദാഹരണം ഏത്? കേമത്വം.
വിരഹത്തിലില്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേതാണ്? ജി. ശങ്കരക്കുറുപ്പ്. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? തോറ്റം പാട്ട്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? കടൽ തീരത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിക്കുന്നവ ഏതാണ്? നിർമാല്യം MT, ചെമ്മീൻ തകഴി, കാഞ്ചനസീത CN ശ്രീകണ്ഠൻ, ഭാസ്കരപ്പട്ടേരും എൻ്റെ ജീവിതവും സക്രിയ. പ്രകൃതിവിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ. ഉത്തരം പ്രകൃതിയുടെ വിലാസം. ശരിയായ വാക്യം ഏത്? ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ വച്ചുകൊടുത്തു. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. ഉത്തരം സി. ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ്? ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ്? ക്ലാസ്സിനു ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? അധ്യാപക കേന്ദ്രീകൃതം. മനുഷ്യ മനസ്സിനു ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന് ആശയം മുന്നോട്ട് വെച്ചത് ആര്? മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? നോം ചോംസ്ലി.